എൻ്റെ പേര് ബ്ലസ്സി. ഞാൻ മുണ്ടക്കയത്ത് നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. ഞാൻ BS നഴ്സിംഗ് കഴിഞ്ഞിട്ട് OET പഠിക്കാൻ പോയി. പിന്നെ 2 തവണ OET എഴുതി. പക്ഷേ 2 തവണയും എനിക്ക് കിട്ടിയില്ല, UK സ്കോർ ഒന്നും കിട്ടിയില്ല. ഞാൻ ആകെ വിഷമിച്ചു. ഒത്തിരി വിഷമിച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി വിഷമിച്ചു. അപ്പം എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ. അപ്പം ഞാൻ ഇനി 3ാമത് എഴുതുന്നില്ല എന്ന് പറഞ്ഞ് ഇരിക്കുമായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ഡേറ്റ് എടുത്തിട്ടാണ് ഞാനിവിടെ വന്നത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ കാശ് രൂപം കയ്യിൽ പിടിച്ചാണ് ഞാൻ എക്സാം എഴുതിയത്. റീഡിങ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ കാശ് രൂപം കയ്യിൽ ഈശോനോടും മാതാവിനോടും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ജയിക്കാനുള്ള മാർക്ക് എനിക്ക് തരണമെന്ന്. റിസൾട്ട് വന്നപ്പം എനിക്ക് കിട്ടി. എനിക്കൊരിക്കലും OET എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമത്തിലാണ് ഞാനിവിടെ വന്നത്. എനിക്ക് പുറത്ത് പോകാനൊന്നും സാധിക്കില്ല. കാരണം ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിച്ചാണ് ആദ്യം 2 തവണ എഴുതിയത്. പക്ഷേ എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് എക്സാം എഴുതി എനിക്ക് കിട്ടി. മാതാവ് ഈശോ വഴി എനിക്ക് വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നു. പക്ഷേ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിലല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നതിലാണ് കാര്യം എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി. ആ ഒരു അനുഭവം എന്നെ ഈശോയിലേക്ക് ഒത്തിരി അടുപ്പിച്ചു. എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒത്തിരി വളർന്നു. ഞാൻ പള്ളിയിൽ പോകാനും കുർബാന സ്വീകരിക്കുവാനും ഈശോനോട് കൂടുതൽ അടുക്കുവാനും ജപമാല ചൊല്ലുവാനും നല്ല പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനും രോഗത്തിലിരിക്കുന്നവരോടും ദുഃഖത്തിലിരിക്കുന്നവരോടും ഈശോ ഉണ്ട്, നമ്മുടെ കൂടെ ഈശോ ഉണ്ട്, നമുക്ക് സൗഖ്യവും ആശ്വാസവും രക്ഷയും നൽകുന്ന ഒരു ഈശോ ഉണ്ട് എന്ന് എനിക്ക് പറയുവാനും സാധിച്ചു. രോഗത്തിലിരിക്കുന്നവരോട് ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റിയത് വലിയൊരു കാര്യമാണ്. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്മൂത്തായിരുന്നു. ഇതിനു മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് കാര്യം ചെയ്താലും എന്തെങ്കിലും ഒരു തടസ്സം എനിക്ക് വരും, ഇല്ലാത്ത ഏതെങ്കിലും ഒരു തടസ്സം എനിക്ക് വന്നിരിക്കും. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സം വരുമായിരിക്കുമെന്ന്. പക്ഷേ എല്ലാം എൻ്റെ മാതാവ് ഈശോ വഴി എനിക്ക് പെട്ടെന്ന് ചെയ്തു തന്നു. അതുപോലെ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു. എനിക്ക് അസാധ്യമായ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് എനിക്ക് സാധ്യമാക്കി തന്നു. ഈശോയോടും അമ്മ മാതാവിനോടുമുള്ള എൻ്റെ 1000 നന്ദി ഞാൻ അറിയിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകളുടെ പരീക്ഷ പാസ്സായതിനെ കുറിച്ചും അങ്ങോട്ട് UK പോകുവാനായിട്ടുള്ള കാര്യങ്ങൾ ക്രമപ്പെട്ടതിനെക്കുറിച്ചുമാണ് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞത്. അപ്പം സാക്ഷ്യം പറഞ്ഞപ്പം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ മകൾ പറഞ്ഞ് നിർത്തിയതും വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായിട്ട് അനുഭവം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം ഈ അവസാനം പറഞ്ഞ വാക്കുപോലെ മാതാവ് നമ്മളെ നടത്തും, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ശക്തമായിട്ടൊരു ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യം ഈ മകൾക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചു എന്നുള്ളതാണ്. ഏറെ പ്രത്യേകിച്ച് ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഭവങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ മകൾക്ക് നൽകിയ ദൈവാനുഭവത്തിനും ഒപ്പം ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.